തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യകൂടം മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ബോണക്കാട് എസ്റ്റേറ്റും അവിടുത്തെ നിഗൂഢതകൾ നിറഞ്ഞ 25-ാം നമ്പർ ബംഗ്ലാവും ഇന്നും സന്ദർശകരിൽ ഭീതി നിരക്കുന്ന ഒന്നാണ്. 1951 നിർമ്മിക്കപ്പെട്ട ഈ ബംഗ്ലാവിൽ താമസിച്ചിരുന്ന സായിപ്പിന്റെ മകളും അകാല മരണവും അതിനുശേഷം അവിടെ കേട്ടു തുടങ്ങിയ അമാനുഷിക ശബ്ദങ്ങളും ഇന്നും ഒരു ചോദ്യചിഹ്നമായും അവശേഷിക്കുന്നു. ഈ വീഡിയോയിലൂടെ ബോണക്കാട് ബംഗ്ലാവിന്റെ യഥാർത്ഥ ചരിത്രവും അവിടെ പ്രചരിക്കുന്ന പേടിപ്പെടുത്തുന്ന കഥകളും നിലവിലെ അവസ്ഥയും നമുക്ക് പരിചയപ്പെടാം. മനോഹരമായ പ്രകൃതി ഭംഗിയുണ്ടായിട്ടും വിനോദസഞ്ചാരികൾക്കിടയിൽ ഇവിടെ കുപ്രസിദ്ധമായത് ബോണക്കാട് ബംഗ്ലാവ് എന്ന പേരിലുള്ള പ്രേതകഥകൾ കാരണമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1951 എസ്റ്റേറ്റ് മാനേജർക്കായി ഈ ബംഗ്ലാവ് പണികഴിപ്പിച്ചത്. ആ കാലഘട്ടത്തിലെ വാസ്തുവിദ്യയുടെ മനോഹരമായ ഒരു നിർമ്മിതിയായിരുന്നു ഇത്. എന്നാൽ ആ സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല. ഈ ബംഗ്ലാവിൽ താമസിച്ചിരുന്ന സായിപ്പിന്റെ 13 വയസ്സുകാരിയായ മകൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് ഇവിടുത്തെ കഥകളുടെ തുടക്കം. മകളുടെ മരണത്തോടെ തകർന്നു പോയ സായിപ്പും കുടുംബവും ലണ്ടനിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം അവിടെ താമസം തുടങ്ങിയ പലർക്കും രാത്രികാലങ്ങളിൽ ബംഗ്ലാവിൽ നിന്നുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുടെ അലർച്ചയും പൊട്ടിച്ചിരിയും കേൾക്കാൻ സാധിച്ചു എന്ന് പറയപ്പെടുന്നു. രാത്രി 12 മണിക്ക് ശേഷം ഈ ബംഗ്ലാവിന്റെ ജനലിലൂടെ നോക്കിയാൽ ആ പെൺകുട്ടിയുടെ രൂപം കാണാമെന്നും വരാന്തയിലൂടെ ആരെങ്കിലും നടന്നു പോകുന്ന ശബ്ദം കേൾക്കുമെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾക്കിടയിൽ ഇന്നും ഈ കഥകൾ സജീവമാണ്. ഒരിക്കൽ തോട്ടം ജോലിക്ക് പോയ ഒരു പ്രാദേശിക യുവതിയിൽ ഈ ആത്മാവ് പ്രവേശിച്ചു വന്നു. സാധാരണ മലയാളം മാത്രം സംസാരിച്ചിരുന്ന ആ പെൺകുട്ടി അസാധാരണമായ ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിച്ചുവെന്നും കഥകളുണ്ട്. ഇന്ന് ഈ ബംഗ്ലാവ് ഒരു തകർന്നടിഞ്ഞ അവസ്ഥയിലാണ്. മേൽക്കൂര തകർന്ന് ചുവരുകളിൽ പായൽ പിടിച്ചു നിൽക്കുന്ന ഈ വലിയ ബംഗ്ലാവ് പകൽ സമയത്ത് പോലും കണ്ടാൽ ഭയം തോന്നിപ്പിക്കും. ബംഗ്ലാവിന് മുന്നിൽ നിൽക്കുന്ന ഭീകരമായ ക്രിസ്മസ് മരവും ദേവദാരു വൃക്ഷങ്ങളും ഈ സ്ഥലത്തിന്റെ ദുരൂഹ വർദ്ധിപ്പിക്കുന്നു. വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ അനുവാദമില്ലാതെ ഇവിടേക്ക് പ്രവേശിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. പല വ്ളോഗർമാരും രാത്രികാലങ്ങളിൽ ഇവിടെ താങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വനം വകുപ്പിന്റെ കർശന പരിശോധന കാരണം അത് പലപ്പോഴും സാധിക്കാറില്ല. ബോണക്കാട് എന്ന് കേൾക്കുമ്പോൾ പ്രേത ബംഗ്ലാവ് എന്നതിലുപരി വിനാശത്തിന്റെ വക്കിലായ ഒരു എസ്റ്റേറ്റിന്റെ സങ്കടകരമായ വശം കൂടിയുണ്ട്. പണ്ട് 100 കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന ഈ എസ്റ്റേറ്റ് പൂട്ടിപ്പോയതോടെ അവിടുത്തെ തൊഴിലാളികൾ ഇന്നും ദാരിദ്ര്യത്തിലും ദുരിതത്തിലുമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാവിനെ ചുറ്റിയുള്ള കഥകൾ കേവലം ഭാവനയാണോ അതോ സത്യമാണോ എന്നതിനേക്കാൾ ഉപരിയായി നഷ്ടപ്പെട്ട ഒരു പ്രതാപ കലനത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഈ കെട്ടിടം ഇന്നും അവിടെ അവശേഷിക്കുന്നു. പ്രകൃതി സ്നേഹിക്കുന്നവർക്കും സാഹസിക സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ബോണക്കാട്. എങ്കിലും ഇരുട്ടിന്റെ മറവിൽ ഈ ബംഗ്ലാവിന് പറയാനുള്ളത് ചോര തണുപ്പിക്കുന്ന ചില രഹസ്യങ്ങളാണ്. നിഗൂഢതകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ബോണക്കാട് ഒരു നിത്യവിസ്മയമാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് വീഡിയോ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.